മിനിസ്റ്റർ ആവുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല ഞാനിപ്പോ ആവണ്ടെന്നൊക്കെ പറഞ്ഞ അന്ന്. കല്യാണം കഴിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മടങ്ങി വരേണ്ടി വന്നു കേട്ടിട്ടുണ്ട്. 26-ാമത്തെ വയസ്സിൽ MLA യും 28-ാമത്തെ വയസ്സിൽ മന്ത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഗ്ലാമർ എന്തായിരുന്നു? അഭിനയമോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ നാടകത്തിനൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തിരയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേര് മനസ്സിലുണ്ടോ? എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല. ദേഷ്യം കാണിക്കാത്ത ഒരാളാണ്. വല്ല വഴക്കൂടാറില്ല. ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല. സാറിന്റെ മൂക്ക് കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ മൂക്ക് വളഞ്ഞ് ഒരു ഇത് കാണിക്കും. സാറിന്റെ മൂക്കിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്റെ ഒരു കാർട്ടൂണിലും കൂടെ ചേർത്ത ഒരു പുസ്തകമാണ്. കാർട്ടൂണൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിഷ്ടമാണ്. ഞാനെല്ലാം വെട്ടി ബുക്കിൽ ഒട്ടിച്ചു. അത് അടിപൊളി. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും ED ഇടപെടുന്നതായിട്ട് തോന്നുന്നത്. ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സെൻസർ ചെയ്യണം. വാസ്തവത്തിൽ അത് വലിയ കട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗുജറാത്ത് കലാപമൊക്കെ നടന്നതാണ്, ഗോദ്ര കലാപം നടന്നതാണ്. സിനിമയിൽ ഇതൊക്കെ വെട്ടിമാറ്റി അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ശരിയല്ല. ED CBI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. കോൺഗ്രസ് എപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്, സെൻട്രൽ ടു ദ ലെഫ്റ്റ് ആണ് എപ്പോഴും. ഇന്ത്യയിലെ കോൺഗ്രസും അത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നെഹ്റുവിന്റെ നേതൃത്വം ആണ് ഇന്ത്യയിൽ ജനാധിപത്യ മതേതരത്തിന് അടിത്തറയിട്ടത്. നെഹ്റു വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഈവൻ മുസോളിനി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണ്. സ്വന്തം ഗവൺമെന്റിനെതിരായി വേറൊരു പേരിൽ വിമർശനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. തനിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ വീട്ടിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് കാർട്ടൂൺ വരയ്ക്കുന്നവരെ ജയിലിടുന്ന കാലമാണ്. അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും പാർലമെന്ററി സംവിധാനവും നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പൊ ഇന്ത്യ അങ്ങനെ അല്ലാതായി മാറിയത് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു നേട്ടമാണ്. അതിനിപ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം. രമേശ് ചെന്നിത്തല സാറിൻ്റെ വീട്ടിലാണുള്ളത്. സാറുണ്ട്, വനിതാ മാമുണ്ട്, രോഹനുണ്ട്. രോഹൻ ഹായ് പറയൂ. അതിനകത്ത് മെഷീൻ ഗണ്ണൊക്കെ ഉണ്ടോ വണ്ടിയിൽ? വെടിയൊക്കെ ഉണ്ട്. പൈലറ്റ് ഉണ്ടോ? ഈ രോഹൻ ശരിക്കും ആരുടെ മകനാണ്? മൂത്ത ആളുടെ മോനാണ്. ഇന്നലെ ഇപ്പോ സാറ് സമരമുഖത്തായിരുന്നു, അറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇന്നിപ്പോ സമാധാനമായിട്ട് വീട്ടിലുണ്ടോ? രാത്രി അവിടെ നിന്ന് പോന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് രാത്രി തിരിച്ചു വന്നു. ഇതൊരു പുതുമയുള്ള കാര്യമല്ല, പക്ഷെ ഇന്നലെ ജസ്റ്റ് ഈ അറസ്റ്റ് ചെയ്തൊന്ന് കേൾക്കുമ്പോ ജസ്റ്റ് ഒന്ന് പേടിക്കും. കേൾക്കുമ്പോ വിഷമമായിരുന്നു. ഇവിടെ അടുത്തില്ലല്ലോ, ബോംബെയിലൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി സമരം ചെയ്യുന്നതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദി ഭാഷ പഠിച്ചത് മെച്ചമായിട്ടുണ്ട്. ഒരുപക്ഷെ നാഷണൽ ലെവലിൽ സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് കൂടിയാണ്. ഇന്നലെ വാർത്താസമ്മേളനം കേൾക്കുമ്പോഴും എനിക്കൊരു സന്തോഷം തോന്നിയത്, നമ്മുടെ ആൾക്കാർക്കൊക്കെ അവിടെ പോയിട്ട് ഉത്തരേന്ത്യയിൽ ഇല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പോയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അത് കുറച്ച് മെച്ചമായിട്ടില്ലേ? തീർച്ചയായിട്ടും. അന്നും പഠിച്ച കാലത്ത് ഒന്നും അറിയില്ലല്ലോ. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോഴാണ് പിന്നെ അതിനോടൊപ്പം ഹിന്ദിയോടെ പഠിച്ചത്. സ്കൂളിന് തൊട്ടപ്പുറത്തോട്ട് ജയശ്രീ ഹിന്ദി വിദ്യാലയമുണ്ട്, പാലംപിള്ള സാറിൻ്റെ. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പഠിച്ച് ഞാൻ പ്രാഥമിക, മദ്യം, രാഷ്ട്ര പ്രവേശിക, വിശാരദ. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ വിശാരദ പാസ്സായി. പക്ഷെ പിന്നീട് അത് ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ പോയി. പിന്നെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഹിന്ദി നന്നായിട്ട് പ്രയോജനപ്പെട്ടത്. 70-ൽ ഈ ലൈഫ്, അങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുമ്പോഴും 82 ആയപ്പോൾ അത്തരം വലിയൊരു പൊസിഷനിലേക്ക് നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ തലപ്പത്തെത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ആ ഒരു 10-12 വർഷം കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈപ്പല്ലേ? അതെ അതെ. അത് ഇതൊക്കെ കൂടെ ഒരു കാരണമായിട്ടുണ്ടാവും. ഹിന്ദിയിലുള്ള പാണ്ഡിത്യം ഒരു വലിയ ഘടകമായിരുന്നു. മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ടിരിപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദി പ്രസംഗിക്കാൻ പറ്റും. എന്നിട്ട് അവർ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധി എന്നെ അഭിനന്ദിക്കുന്നു. മുണ്ടെടുത്ത ചെറുപ്പക്കാരൻ തെക്കിൽ നിന്ന് വന്ന് ഹിന്ദി പ്രസംഗിക്കുന്നു. ഇതാണ് നാഷണൽ ഇന്റഗ്രേഷൻ ഒക്കെ. അന്ന് അവിടെ സഭാഷ് രമേശ് പോലെ മനോരമ ഭയങ്കര വാർത്തകൾ വന്നതാണ്. ഹിന്ദി പഠനം പിന്നീട് വളരെയേറെ വടക്കേ ഇന്ത്യയിൽ ലോക്സഭയിലും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എന്നോട് വാജ്പേയി എപ്പോഴും പറയുമായിരുന്നു, ജോർജ് ഫെർണാണ്ടസ് പറയുമ്പോൾ. ജോർജ് ഫെർണാണ്ടസ് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ്. അത് നമ്മളോടൊക്കെ എപ്പോഴും കാണുമ്പോൾ പറയും ഹിന്ദിയിലെ പ്രസംഗിക്കാവും. കാരണം ഹിന്ദി പ്രസംഗിച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നോട് എപ്പോഴും പറയും ഇന്ത്യയിലെ പ്രസംഗിക്കാം. പാർലമെന്റ് നമ്മൾ ഹിന്ദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അന്നേരം ഭയങ്കര അപ്രീസിയേഷൻ. പക്ഷേ 28-ാം വയസ്സിൽ മിനിസ്റ്റർ ആവുന്നത്
കല്യാണം കഴിച്ചതിന്റെ ഭാഗ്യമായിട്ടാണ് മാം ഇടയ്ക്ക് പറഞ്ഞു കേട്ടത്. ഈ കല്യാണം കഴിച്ചതുകൊണ്ടാണ് കല്യാണം കഴിച്ച് 5 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മടങ്ങി വരേണ്ടി വന്നു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അന്ന് മിനിസ്റ്റർ ആവുമെന്ന് നേരത്തെ അറിയാമായിരുന്നില്ലേ? ഇല്ല ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ആവണ്ടെന്നൊക്കെ പറഞ്ഞ അന്ന് എറൗണ്ട് ധാരണ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല അങ്ങനെ ധാരണയൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ഹിമാചൽ പ്രദേശിലായിരുന്നു അല്ലേ ഏട്ടാ വരാൻ പറയുന്നത്. അന്നേരം ഫോൺ വന്ന് വരാൻ പറഞ്ഞു. പക്ഷെ ഒരു യങ്ങായിട്ടുള്ള ഒരു മിനിസ്റ്ററെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ? 28-ാം വയസ്സിൽ അത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഇതുവരെ ആ റിക്കാർഡ് ആരും അതെ, അത് ഭയങ്കര ഒരു ഭേദിച്ചിട്ടില്ല. അതെ, രസമുള്ളൊരു പരിപാടിയാണ്. അതെ. പക്ഷെ അതിനേക്കാളും രസമുള്ളൊരു കാര്യം ഞാൻ കേട്ടത് അഭിനയമോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് വേറൊരു സാധനമുണ്ടല്ലോ. അത് നാട്ടിലുള്ള സമയത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ നാടകത്തിനൊക്കെ അഭിനയിക്കുകയും ഒക്കെ പോവാൻ ഞങ്ങളുടെ ഇവിടെ ക്ലബ്ബ് ഉണ്ടായിരുന്നു നാട്ടിൽ, ചെന്നിത്തല. അപ്പൊ ആ ക്ലബില് കലാപ്രശ്നി, വായനശാല, ഗ്രന്ഥശാല, ക്ലബ്ബ്, വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പൊ അവിടെ എല്ലാ തവണ ഞങ്ങൾ നാടകം അഭിനയിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഓരോരുത്തർ നാടകം പെൺവേഷം കെട്ടുക, ആൺവേഷം കെട്ടുക. അപ്പൊ അങ്ങനെ ചുമ്മാ അത് ഞാനേ നമ്മളൊരു ഇതയച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് അത് അവസാനിച്ചു. പക്ഷെ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. രമിത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, രോഹിത്തിനും രമിത്തിനും അച്ഛനും കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ്. അവർ ഡൽഹിയിലാണ് പഠിച്ചത്, ഞാൻ MP ആയതുകൊണ്ട് അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളുകളിലൊക്കെ അവർ നാടകത്തിനൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ 3 പേര് അഭിനേതാക്കളാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു? ഇല്ല. മരുമക്കളിൽ ഒരാള് ഡാൻസ് ചെയ്യും. രണ്ടുപേരും ചെയ്യും. ആ, ഈ കുടുംബമായിട്ട് ഭയങ്കര രസമായിട്ട് പോകുമ്പോഴും സത്യത്തിൽ ടൈം എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അപ്പൊ കലഹം ഉണ്ടാവും, എന്തായാലും ഒരു ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയാ ചിരിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത്? അല്ലാതെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതായതുകൊണ്ട് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണോ ശരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ? സമയം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു നമ്മുടെ കൺസേൺ. വഴക്കൂടാറില്ല, ഞാൻ എന്നോട് ഒന്നും ചെയ്യാറില്ല. അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അപ്പൊ വഴക്കൂടുമ്പോ? ഇപ്പൊ പിന്നെ കൊച്ചുമോനുള്ളതുകൊണ്ട് അതിന്റെ കൂടെ അങ്ങ് പൊക്കോ. ഇപ്പൊ പിന്നെ ഒന്നും പറയാറില്ല. അതല്ല, ഇപ്പൊ പിന്നെ കുറെ കൂടെ മനസ്സിലാക്കലുകളിലേക്ക് എത്തുമല്ലോ. പക്ഷെ ഏർലി സ്റ്റേജസിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അധിക സമയം കിട്ടത്തില്ല, ഞാൻ തിരക്കുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാത്രിയാണല്ലോ പെണ്ണ് കാണാൻ വന്നതൊക്കെ. രാത്രി 9:30 കഴിഞ്ഞായിരുന്നു. എല്ലാരും കിടന്നു കഴിഞ്ഞു. അവിടെ നാട്ടിലാവുമ്പോ നേരത്തെ എല്ലാരും കിടക്കും, എല്ലാവരും ഉറങ്ങും. എന്നിട്ട് തട്ടി ഉണർത്തി പെണ്ണ് കണ്ടു. എന്നിട്ട് അന്ന് തന്നെ റിസൾട്ട് പറഞ്ഞോ, ഇഷ്ടായെന്ന് പറഞ്ഞോ? അന്നേരം പറഞ്ഞില്ലായിരുന്നു. എപ്പോഴത്തേക്കാ പിന്നെ തീരുമാനം എടുത്തത്? അന്ന് രാത്രിക്ക് ശേഷം? പിന്നെ അത് കഴിഞ്ഞ് കാർത്തികേയനൊക്കെ പോയി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ലൈഫ് സ്റ്റോറീസ് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഒരു സമരമുഖത്തേക്കോ ഒരു പരിപാടിക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ കുടുംബത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് വേണം സത്യത്തിൽ. ഇപ്പോൾ സാറിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തും വലുതായിട്ട് ആങ്കർ കാണിക്കാത്ത, ദേഷ്യം കാണിക്കാത്ത ഒരാളാണ്. അത് കുറച്ചൊരു വിദ്യാഭ്യാസം വേണ്ട പരിപാടിയാണ്. ഇത് വായനയിലൂടെയാണ് കിട്ടിയത്. എങ്ങനെയാണ് ആത്മസംയമനം കിട്ടിയത്? എൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് ആദ്യം മുതൽ ആരോടും അങ്ങനെ പിണങ്ങോ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യുന്ന സ്വഭാവമല്ല പൊതുവേ ഉള്ളൂ.